നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചുള്ളു. ഇന്നത്തെ വീഡിയോ അതായത് 23/5/2026 ശനിയാഴ്ച വൈകിട്ട് റബ്ബർ വില നോക്കുമ്പോൾ കോട്ടയം ബോർഡ് വില നോക്കുമ്പോൾ RSS 4 കിലോ 252, RSS 5 കിലോ 249, ISNR 20 208, ലാറ്റക്സ് 60% 160 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 കിലോ 252, RSS 5 കിലോ 249. ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഒട്ടുപാൽ കിലോ 153, 60% DRC ഒട്ടുപാൽ കിലോ 114 രൂപ 75 പൈസ. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 കിലോ 253, RSS 5 കിലോ 240. ഇതാണ് വൈകിട്ടത്തെ റബ്ബർ വില. ഇന്ന് രാവിലെയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ വീണ്ടും റബ്ബർ വില കുറയുകയാണ്. കേരളത്തിൽ ടാപ്പിംഗ് തുടങ്ങിയപ്പോൾ വില കുറയുന്നത് കർഷകർക്ക് വളരെ ദുഃഖം തന്നെയായി. സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 1 ഗ്രാമിൻ്റെ മുകളിൽ 40, 1 പവൻ്റെ മുകളിൽ 320 രൂപയാണ് കുറഞ്ഞത്. 22 ക്യാരറ്റ് 1 ഗ്രാം 14,580, 1 പവന് 1,16,640. അതുപോലെ 24 ക്യാരറ്റ് 15,906, 1 പവന് 1,27,248. അതുപോലെ 18 1 ഗ്രാം 11,929, 1 പവൻ 95,432. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. കടയിൽ പോയി സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ GST, ഹോൾമാർക്ക്, പണിക്കൂലിയൊക്കെ കൊടുക്കേണ്ടി വരും. അതിന് നമ്മുടെ സ്കൂളുകൾ വേനൽക്കാല അവധികൾക്ക് ശേഷം ജൂൺ 1 തുറക്കും. അപ്പോൾ എല്ലാ സ്കൂളിലും പ്രവേശനോത്സവം നല്ല രീതിയിൽ നടത്തുവാനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം പട്ടം ഗവൺമെൻറ് മോഡൽ ഗേൾസ് HSൽ നടക്കും. മുഖ്യമന്ത്രി VD സതീശനാണ് ഉദ്ഘാടനം. ഇതിനായി സംഘാടക സമിതി രൂപീകരിച്ചു. മേയർ VV രാജേഷ് സംഘാടക സമിതി ചെയർമാനാകും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി N ഷംസുദ്ദീൻ അധ്യക്ഷത വഹിക്കും. ചടങ്ങിൽ ആരോഗ്യ ദേവസ്വം വകുപ്പ് മന്ത്രി K മുരളീധരൻ, ഗതാഗത വകുപ്പ് മന്ത്രി CP ജോൺ എന്നിവരും മറ്റും ജനപ്രതിനിധികളും സാംസ്കാരിക വിദ്യാഭ്യാസ പ്രവർത്തകരും പങ്കെടുക്കും. 102 സീറ്റ് അധികാരത്തിലെത്തിയ UDF സർക്കാരിൻ്റെ ആദ്യത്തെ പ്രവേശനോത്സവമാണ് ഇപ്പോൾ. പാഠപുസ്തകങ്ങൾ യഥാസമയം വിതരണം ചെയ്യും. അതിനുള്ള വിപുലമായ സംവിധാനങ്ങളാണ് വിദ്യാഭ്യാസ വകുപ്പ് ചെയ്തിരിക്കുന്നത്. സ്കൂളിൻ്റെ അധ്യായം തുടങ്ങുന്നതോടുകൂടിയും കാലവർഷം തുടങ്ങുന്നതോടുകൂടിയും സ്കൂളിൻ്റെ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ചെക്ക് ചെയ്യുകയാണ്. അതിന് പഞ്ചായത്തിൽ നിന്ന് ആൾ വന്ന് എൻജിനീയേഴ്സ് ഉൾപ്പെടെ വന്ന് എല്ലാ കാര്യങ്ങളും ചെക്ക് ചെയ്യും. അതായത് മികച്ച രീതിയിൽ വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയോടെ കേട്ടിരുന്ന വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക്, ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.